ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു അസാ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ അസക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ആയിട്ട് നമുക്ക് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഷോർട്ട്സ് അല്ലത്. അപ്പം നമ്മളെന്തായാലും ഫസ്റ്റ് തന്നെ അവളൊരു ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടുണ്ട്. അത് ഡ്രസ്സാണ് കേട്ടോ. അവൾ അറിയാണ്ട് സർപ്രൈസ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഒരെണ്ണം ഇപ്പോൾ അവൾ അറിഞ്ഞിട്ട് ഇട്ട ഡ്രസ്സ് ബർത്ത്ഡേ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ ഡ്രസ്സിനോട് കുറച്ച് ഇഷ്ടങ്ങളാണ്. പിന്നെ നമ്മളടുത്തത് ഓപ്പൺ ചെയ്യുന്നത് ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ. അതിൽ അവൾ ജനിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത 2 ഫോട്ടോസാണ്. അപ്പോൾ ഇത് കൊടുത്തപ്പോൾ അവളൊരാഗ്രഹം പറഞ്ഞു, ഇതിൻ്റെ എവിടെയെങ്കിലും അവൾക്ക് ഉമ്മച്ചിയുടെയും ഫോട്ടോ വെക്കായിരുന്നില്ലേന്ന്. അപ്പോൾ ഉമ്മച്ചിക്കുട്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചിയത് മോളതായിട്ട് നമുക്കൊരു ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൾ വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ ഫുള്ളും അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇരുന്നത് ജനിച്ച അന്നത്തെ ഒരു ഫോട്ടോസ് എന്നാണ് എനിക്കൊരു ഓർമ്മ. പിന്നെ ഈ ബോട്ടിൽ ആൾക്ക് വെള്ളം കുടിക്കാൻ അതിങ്ങനെ യൂട്യൂബിൽ കാണുമ്പോഴൊക്കെ കാണിച്ചു തന്നിട്ട് എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസാണ്. അല്ലാണ്ട് ഇപ്പോൾ അതിന് മാത്രം നമുക്കിത് വീഡിയോസ് ആക്കിയിടാനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല. അവളുടെ ഇഷ്ടങ്ങൾ അത് അവളുടെ ചാനൽ നമ്മൾ ഷെയർ ചെയ്യണമെന്ന് മാത്രം. ഇത് അപ്പാച്ചിൻ്റെ എൻഫാസിൻ്റെയും വകയുള്ള ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ആൾക്കറിയാമല്ലോ വർത്തമാനം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് അത് ഉപകാരപ്പെട്ട് ഇപ്പോൾ ഫുൾ ടൈം അതുമെല്ലാം കൂടിയിട്ട് കളിയാണ്. അതും ഇതിലൊരു എന്താ പറയുക വേറൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. അത് ഞാൻ വരുമ്പോൾ പറയാം. അതുമാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ആൾ തന്നെ ചാർജ് ചെയ്യും. അപ്പോൾ അതിനോട് ചോദിക്കണം എന്താ വിശേഷം എന്ന് ചോദിക്കേണ്ട കേട്ടോ. അപ്പം ഞാൻ ആദ്യം ആ ഒരു വോയിസൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ പുറത്ത് വെച്ചിട്ട് എടുക്കണ കാരണം വണ്ടികൾ പോണതും പക്ഷികളുടെ കരച്ചിലൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡബ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താ വിശേഷം എന്നാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ അത് പറയണമുണ്ട്. അപ്പോൾ അതിനോടൊരു ഇൻട്രസ്റ്റും ഉണ്ട്. അത് അവൾക്ക് വർത്തമാനം പറയാനൊക്കെ കൂടുതലൊരു മോട്ടിവേഷനായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തത് ഇപ്പോൾ ഈ ഓപ്പൺ ചെയ്യുന്നത് ഹെഡ്സെറ്റാണ്. അപ്പോൾ അത് വലിപ്പാട വകയാണ് കേട്ടോ. അപ്പോൾ ഇത് പുറത്ത് ഗിഫ്റ്റുകളൊന്നല്ല, ഞങ്ങൾ വാങ്ങിച്ചത് തന്നെയാണ്. പിന്നെ വലിപ്പ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഹെഡ്സെറ്റ്. അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഹെഡ്സെറ്റ് ആൾക്ക് പാട്ട് ഇങ്ങനെ ഇരുന്ന് പാടും. ഇതിങ്ങനെ വെച്ചിട്ട് പാട്ട് പാടാൻ അറിയില്ല. അതുകൊണ്ട് ഹെഡ്സെറ്റുള്ള കാരണം അവളൊന്നും കൂടെ കൂടുതൽ വർത്തമാനം പറയാൻ അവൾ ശ്രമിക്കേണ്ടതെന്നൊക്കെ ഒരു തോന്നല. അതുകൊണ്ട് എപ്പോഴും ഹെഡ്സെറ്റ് മേടിക്കില്ല. അതിങ്ങനെ വലിച്ചിട്ട് കംപ്ലൈൻ്റ് ആവലാണോ. പിന്നെ ബ്ലൂടൂത്ത് അതൊന്നും ഇപ്പോൾ ഇയാൾക്ക് പറ്റില്ല. അപ്പോൾ അടുത്ത ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവിടെ അപ്പാച്ചു സഹായിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിലങ്കയാണ്. അപ്പോൾ ഡാൻസിനും പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇൻസൈറ്റിൽ സ്കൂളിലത്താണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അവർ അവിടെ നിന്ന് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാം ഞാനിങ്ങനെ ഓരോന്നോരോന്ന് അവൾക്കായിട്ട് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്ക് പറയും ഇത് വേണം വേണം എന്ന് പറയും. പറയാനറിയില്ല, പക്ഷെ അങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് പറയും. അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ പേരിങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അതും ഇഷ്ടമായി ആൾക്ക് കണ്ടപ്പോൾ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കുറേ ദിവസങ്ങളായിട്ട് ഇതിലൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് പോയി അത് റിട്ടേൺ കൊടുക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഞാനത് എടുത്ത് വെച്ചു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു ധൈര്യം. അപ്പം അത് നല്ല ഇഷ്ടമായി ആൾക്ക്. അപ്പം അത് മാറ്റി വെച്ചു. ഇനി അൺബോക്സ് ചെയ്യുന്നത് ഇതുപോലെ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവളതിൽ 2 സ്റ്റഡി ടേബിൾ എന്നോ അതിന് പറയാം അതുണ്ടായിരുന്നു. അത് 2 ഇതുപോലെ കംപ്ലൈൻ്റ് ആയി അതൊക്കെ കൊടുന്നതാണ്, ഗൾഫിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ മീഷോയിലൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തരും ഇത് വേണം ഇത് വേണമെന്ന്. അത് കുറച്ച് അധികമായി പറയണത്. ഞാൻ വാങ്ങിച്ചു കൊടുക്കാണ്ട് ഇങ്ങനെ അതിപ്പോൾ അത്ര വലിയ കാര്യമല്ല എന്നുള്ള നിലയിൽ ഇങ്ങനെ പിന്നെ വെച്ചതാണ്. ബേഡായപ്പോൾ ഗിഫ്റ്റിനോട് ഇഷ്ടമുള്ള കാരണം അതും നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു വർത്തമാനം പറയണ ആ ഒരു ടോയും ഇതുമാണ് ഏറ്റവും കൂടുതൽ ഇതിന് ശേഷം ഉപയോഗിക്കുന്നത്. അപ്പോൾ റൂമിലിരിക്കും, ഈ ഒരു ടേബിൾ അവിടെ വെക്കും, എന്നിട്ട് അതിൻ്റെ മേലെ അവൾ ഇതും വെച്ചിട്ട് ഉള്ള ഫുൾ ടൈം ഇപ്പോൾ കളിയാണ്. പിന്നെ ഇപ്പോൾ സ്കൂൾ വെക്കേഷനാണല്ലോ, അതുകൊണ്ട് മൊബൈലിൽ നിന്നൊക്കെ കുറച്ച് മൊബൈൽ ഓവറല്ല എന്നാലും അത്യാവശ്യം മൊബൈലൊക്കെ ഉപയോഗിക്കാറുണ്ട്.
അതിൽ നിന്നൊക്കെ ഒരു മാറ്റമുണ്ട്. ഇതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഉപയോഗിക്കുന്നത്. കാരണം നമുക്കൊരു സന്തോഷം, വാങ്ങിച്ചു കൊടുക്കൽ മാത്രമല്ല അവരത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പാച്ചു അതൊക്കെ സെറ്റ് ചെയ്തിട്ട് അവൾക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കാൻ അപ്പാച്ചു കുറച്ച് ബിസി ആയപ്പോൾ അവൾ തനിയെ ഇരുന്നിട്ട് കത്തിയൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കത്തിയൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ. പിന്നെ അപ്പാച്ചു ചെന്ന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എന്ന് പറയണത് ഒരു കിച്ചൺ സെറ്റാണ്. അപ്പോൾ ഇത്രയും വലിയ കുട്ടിക്ക് എന്തിനാ ഒരു കിച്ചൺ സെറ്റ് എന്ന് നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ അവളൊന്നിരുന്ന് കളിക്കട്ടെ, അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, അവളിങ്ങനെ കാണിച്ചു തന്നതല്ലേ, അവൾ കളിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ. കാരണം അങ്ങനത്തേനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇത്രയും വലിയ കുട്ടി എന്ന് പറഞ്ഞാൽ 11 വയസ്സാണ്. പക്ഷെ എന്നാലും അവൾക്ക് അത് ഇഷ്ടമായി. അതും നന്നായിട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റഡി ടേബിളും കിച്ചൺ സെറ്റൊക്കെ അടുത്തടുത്ത് വെച്ചിട്ട് അങ്ങനെ അവൾ കളിക്കുന്നുണ്ട്. അതും നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നേ, അവൾ ഇഷ്ടപ്പെട്ട് അവൾ ആഗ്രഹിച്ച് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുള്ള സാധനങ്ങളല്ല. നമ്മളെ ഇഷ്ടത്തിന് ഇപ്പോൾ എടുത്തു കൊടുത്തത് ഇതിൽ ഡ്രസ്സാണ്. ഡ്രസ്സ് അവൾക്ക് ഇഷ്ടമാണ്, പക്ഷെ ഡ്രസ്സിനാണ് ഞാൻ എടുത്തു കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ അവളിങ്ങനെ ആഗ്രഹിച്ച സംഭവങ്ങളായതുകൊണ്ടാണ് ഒരു സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിൽ ആൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഗിഫ്റ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 1000 രൂപയുടെ അല്ലെങ്കിൽ 500 രൂപയുടെ 100 രൂപയുടെ ഒന്നുമില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ വാല്യൂ ഒന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ ഗിഫ്റ്റ്, സർപ്രൈസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും ഇഷ്ടമാണ് അവൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും എന്താ പറയുക പാക്കൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.